ഓക്കെ, സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും ഒരുപാട് നാളായിട്ട് ആവശ്യപ്പെട്ട പോക്കോയുടെ പുത്തൻ ഫോണായ പോക്കോ M3ൻ്റെ അൺബോക്സിംഗ് ആണ്. അതിനോടൊപ്പം തന്നെ എൻ്റെ ഒരു ഫസ്റ്റ് ലുക്കും എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സ് ആണ് പോക്കോ M3യിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ചാനലിൽ ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 5 സ്മാർട്ട് ഫോണിൻ്റെ ഗിവ് അവേ ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. പിന്നെ ചെറിയൊരു അനൗൺസ്മെൻറ്റ് 24 ന്യൂസ് ചാനലിൻ്റെ വക ഒരു സോഷ്യൽ മീഡിയ അവാർഡ്സ് അവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിന് വേണ്ടി വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ പിൻഡ് കോമെന്റ്സിലും ലിങ്ക് ഇട്ട് തരാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ടെക്നോളജി ആൻഡ് അൺബോക്സിംഗിൻ്റെ പ്രത്യേകം കാറ്റഗറി കാണും. 2 കാറ്റഗറീസിലും മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന് എഴുതി സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇതാണ് പോക്കോയുടെ സൈഡിൽ നിന്നുള്ള അവരുടെ ലേറ്റസ്റ്റ് ബഡ്ജറ്റ് ഫോണായ പോക്കോ M3. നോർമലി പോക്കോയുടെ പാക്കേജിങ് ബ്ലാക്ക് ആണ്, പക്ഷേ ഇതിൽ യെല്ലോ പാക്കേജിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ. 6000 mAh ബാറ്ററി മെയ്ഡ് ഇൻ ഇന്ത്യ എഴുതിയിട്ടുണ്ട്. ബാക്കിൽ ഒന്നുകൂടെ 6000 mAh ബാറ്ററി, 48 മെഗാപിക്സൽ AI ട്രിപ്പിൾ ക്യാമറ, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 662, അതിനോടൊപ്പം തന്നെ ഫുൾ HD+ ഡിസ്പ്ലേ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫോൺ പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് മെയിൻ ബോക്സ് കണ്ടൻസ്. ഓബ്വിയസ്ലി ഫോണുണ്ട്, TPU കേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള TPU കേസാണ്. ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ. ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, പിൻ ഇജക്ടർ ടൂൾ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കൊടുത്തിട്ടുണ്ട്. കൂടെ വരുന്നത് Type-C ചാർജിങ് കേബിൾ ആണ്. ദാറ്റ്സ് എ പ്ലസ് പോയിന്റ്. സോ ഇതാണ് പോക്കോയുടെ ലേറ്റസ്റ്റ് പോക്കോ M3 ഫോൺ. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ബാക്ക് കവറാണ്. സോ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചത് ഈ ഒരു ബാക്ക് കവറാണ്. ഈ ബാക്ക് കവർ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഫോൺ ഓർഡർ ചെയ്തത്. അതിനോടൊപ്പം തന്നെ ഈ ഫോൺ അൺബോക്സ് ചെയ്ത് നിങ്ങളുമായിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്കും റിവ്യൂ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു. അതും ഒരു റീസൺ തന്നെയാണ്. ഓക്കെ, സോ ഇതിൻ്റെ ബാക്ക് പാനൽ യുണീക്ക് ആണ്, പക്ഷേ കംപ്ലീറ്റ്ലി യുണീക്ക് അല്ല. നമ്മുടെ OnePlusൻ്റെ സൈബർ പങ്ക് എഡിഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ ചെറിയൊരു ചായ കാച്ചിലുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് പ്രൈസ് കാറ്റഗറിയിൽ ഒരു യുണീക്ക് ലുക്കിംഗ് ഫോൺ കിട്ടുന്നുണ്ട്. ബാക്ക് പാനൽ കണ്ടാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും പോക്കോ M3 ആണെന്ന്. സോ ഒരു മിസ്റ്റേക്കും ഇല്ല അതിൽ. സോ അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഒരു റഫ് മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഉരച്ച് കാണിച്ചു തരാം. ആ ഒരു സൗണ്ട് വരുന്നുണ്ട്, കാരണം റഫ് മാറ്റ് ഫിനിഷ് ആണ്. എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫിനിഷ്. ലെതർ അല്ലെങ്കിലും പ്ലാസ്റ്റിക് ബാക്ക് ആണ്, പക്ഷേ സ്റ്റിൽ ഒരു സോർട്ട് ഓഫ് ലെതർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. കയ്യിൽ പിടിക്കാനൊക്കെ നല്ലൊരു ഫീലാണ്, കംഫർട്ടബിൾ ആണ്. ഒരു കോമ്പാക്റ്റ് ഫോൺ എന്തായാലും ഇല്ല, 6.53 ഇഞ്ചിൻ്റെ ആണ് ഡിസ്പ്ലേ. പക്ഷേ സ്റ്റിൽ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഫീൽ തന്നെയാണ് കിട്ടുന്നത്. നല്ല ഇൻ ഹാൻഡ് ഫീൽ ഉണ്ട്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. 198 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്, 198 ഗ്രാമാണ്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 20 താഴെയാണ്. ഇറ്റ്സ് ഓക്കെ. ഡീസൻ്റ്ലി ലൈറ്റ് വെയിറ്റ് ഫോണാണ്. നല്ലൊരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. കൂടെ കിട്ടിയിരിക്കുന്ന TPU കേസ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ഡീസൻറ്റ് TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. TPU കേസ് ഇട്ട് കഴിഞ്ഞും ആ ഒരു യെല്ലോ ബാക്കും ആ ഒരു വലിയ ക്യാമറ മോഡലൊക്കെ നല്ല രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. സോ ഇറ്റ്സ് ഓക്കെ. ഫോണിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കിയാൽ ടോപ്പ് സൈഡിലുള്ളത് ഹെഡ്ഫോൺ ജാക്ക് ആണ്. സ്പീക്കേഴ്സ് ഉണ്ട്. സോ ഒരു ഡ്യുവൽ സ്പീക്കർ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. IR ബ്ലാസ്റ്ററും കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു പ്ലസ് പോയിൻ്റ് ആണ്. സോ അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് അവർ ചെയ്തിട്ടുണ്ട് പോക്കോ. ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഫോണിൻ്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ വോളിയം റോക്കർ ഉണ്ട്, പിന്നെ പവർ ബട്ടൺ പ്ലസ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് നോക്കാം, ഇവിടെയാണ് സിം ട്രേ കൊടുത്തിരിക്കുന്നത്. ബോട്ടം സൈഡ് നോക്കുകയാണെങ്കിൽ മൈക്ക് ഉണ്ട്, Type-C ചാർജിങ് പോർട്ട് ഉണ്ട്, പ്ലസ് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷൻ ഉള്ള IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 60 ഹെർട്സിൻ്റെ ആണ് റിഫ്രഷ് റേറ്റ്. ഗൊറില്ല ഗ്ലാസ് 3ൻ്റെ പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. 20:9 ആസ്പെക്ട് റേഷ്യോ, 395 ppi പിക്സൽ ഡെൻസിറ്റി. അതിനോടൊപ്പം തന്നെ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ഫാഷൻ ആണ് വാട്ടർ ഡ്രോപ്പ് നോച്ച്. സ്റ്റിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നോർമലി വാട്ടർ ഡ്രോപ്പ് നോച്ചസ് ആണ് വരുന്നത്. 400 നിറ്റ്സിൻ്റെ മാക്സ് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രീ അപ്ലൈഡ് സ്ക്രീൻ പ്രൊട്ടക്ടറും വരുന്നുണ്ട്. പോക്കോ എന്ന ബ്രാൻഡ് നോർമലി അവരുടെ ഫോൺസിൽ നല്ല ഡിസ്പ്ലേസ് ആണ് തരുന്നത്. ഇതിനും എക്സാക്ട്ലി സെയിം ആണ്, നല്ല ഡിസ്പ്ലേ ആണ്. പിന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ റിയൽമിയുടെ ചില ഫോൺസിൽ HD+ ഡിസ്പ്ലേ ആണ് തരുന്നത്, പക്ഷേ ഇവിടെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതും ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ 10,999 ആണ്. ഈ ഒരു പ്രൈസിൽ ഫുൾ HD+ ഡിസ്പ്ലേ നല്ലൊരു എഡിഷൻ തന്നെയാണ്. പെർഫോമൻസിൻ്റെ കാറ്റഗറി നോക്കിയാൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 662 ആണ് വന്നിരിക്കുന്നത്. നോർമൽ ഡേ ടു ഡേ യൂസിന് എനിക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. ചെറിയ രീതിയിൽ അവിടെ എവിടെ ആയിട്ടൊക്കെ സ്റ്റക്ക് ഉണ്ട്, ലാഗ് ഉണ്ട്.
അതെനിക്ക് തോന്നുന്നത് ഒരു ഓപ്റ്റിമൈസേഷൻ്റെ കുറവാണ്. പോക്കോയിൻ്റെ സൈഡിൽ നിന്ന് നല്ല അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ ഈ ഒരു ചെറിയ രീതിയിലുള്ള സ്റ്റക്കും ലാഗൊക്കെ നമുക്ക് നികത്താൻ പറ്റും. കുറച്ചുകൂടെ ബെറ്റർ സ്മൂത്തർ എക്സ്പീരിയൻസ് കിട്ടും. അതിനോടൊപ്പം തന്നെ ഞാൻ ഗെയിം കളിച്ച് നോക്കിയിരുന്നു, COD കളിച്ച് നോക്കിയിരുന്നു. നമുക്ക് ഹൈ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. സോ ലോ മീഡിയം ഹൈ സെറ്റിങ്സ് കിട്ടുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു അഡ്വൈസ് ആയിരിക്കും ലോ മീഡിയം സെറ്റിങ്സ് വെച്ച് കളിക്കുക. അല്ലെങ്കിൽ അത്യാവശ്യം ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ കാണും. സോ ലോ മീഡിയത്തിൽ അങ്ങനെ വലിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് ഞാൻ നോട്ടീസ് ചെയ്തില്ല. 2 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് പോക്കോ M3 വരുന്നത്. 6GB 64GB, 6GB 128GB. നമ്മുടെ കയ്യിലുള്ളത് 6GB 64GB ആണ്. സോ ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ നമുക്ക് LPDDR4X RAM, UFS 2.1, 2.2 ഒക്കെ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ടും കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈസിലി 2 SIM ആൻഡ് 1 SD കാർഡ് യൂസ് ചെയ്യാൻ കഴിയും ഒരുമിച്ച്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 10 ആണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഫെബ്രുവരി 2021 ആണ്. ആൻഡ്രോയിഡ് 12ൻ്റെ ഡെവലപ്പർ പ്രിവ്യൂ വരാനുള്ള സമയമായിരിക്കുകയാണ്. സോ തീർച്ചയായിട്ടും ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11 കൊടുക്കേണ്ടതായിരുന്നു. പിന്നെ MIUI ആണ് കൊടുത്തിരിക്കുന്നത്. ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് പോക്കോ ലോഞ്ചർ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ലോഞ്ചറാണ് പോക്കോ ലോഞ്ചറും, പിന്നെ പരിചയമുള്ള UI ആണ് MIUI. സോ അതിൻ്റെ ഡീപ്പിലേക്ക് ഞാൻ ഒന്നും പോകുന്നില്ല. പോക്കോ പറയുന്നതനുസരിച്ച് ഈ ഒരു ബഡ്ജറ്റ് ഫോൺ, അതായത് ബഡ്ജറ്റ് ഫോണായ പോക്കോ M3യിലും ആഡ്സ് കാണേണ്ടി വരില്ല. സോ ആഡ് ഫ്രീ എക്സ്പീരിയൻസ് ആയിരിക്കും. കംപ്ലീറ്റ്ലി ഡീമോണിറ്റൈസ്ഡ് എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം ബ്ലോട്ട്വെയർസ് ഉണ്ട്. ഫേസ്ബുക്ക്, ആമസോൺ, പിന്നെ 2-3 ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നു. ബ്ലോട്ട്വെയർസ് എടുത്ത് കളയാം, പക്ഷേ ആഡ്സിൻ്റെ ഇല്ലായ്മ നല്ലൊരു ഫീച്ചറാണ്. ഫോണിൻ്റെ റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 48 MP പ്ലസ് 2+2 ആണ് ക്യാമറ സെറ്റപ്പ്. 1080p 30fps എടുക്കാൻ കഴിയും. 8 MP സെൽഫി ക്യാമറയാണ്. പിന്നെ സെൽഫി ക്യാമറ വെച്ചും മാക്സിമം 1080p 30fps എടുക്കാൻ കഴിയും വീഡിയോസ്. ക്യാമറയുടെ പെർഫോമൻസ് ചുരുക്കി പറഞ്ഞാൽ ഞാൻ ലേശം ഡിസപ്പോയിൻറ്റഡ് ആണ് സത്യം പറയുകയാണെങ്കിൽ. സ്പെഷ്യലി സെൽഫി ക്യാമറ. റിയർ ക്യാമറ ഓക്കെ ആണ്, നല്ല രീതിയിൽ ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എനിക്കറിയാം ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് കാറ്റഗറി 11,000 12,000 ആണ്. പക്ഷേ സ്റ്റിൽ പോക്കോ എന്ന കമ്പനിയിൽ നിന്ന് നമ്മൾ നല്ല ക്യാമറ പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു എക്സ്പെക്റ്റേഷനോട് ഒത്ത് ഈ ഫോണിൻ്റെ ക്യാമറയ്ക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഞാൻ ചില ഫോട്ടോ സാമ്പിൾസും വീഡിയോ സാമ്പിൾസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. റിയർ ക്യാമറ ഞാൻ പറഞ്ഞ പോലെ ഡീസൻ്റ് ആണ്, പക്ഷേ സ്റ്റിൽ ഒരു കോൺട്രാസ്റ്റ് ഇമേജ് ആണ് കിട്ടുന്നത്. കോൺട്രാസ്റ്റ് സാച്ചുറേറ്റഡ് ഇമേജ് ആണ് കിട്ടുന്നത്. ചെറിയ രീതിയിൽ കളറും മാറുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സെൽഫി ക്യാമറയിൽ നല്ല രീതിയിൽ റെഡ് കയറി വരുന്നുണ്ട്, എസ്പെഷ്യലി ഡാർക്ക് ആണെങ്കിൽ. അപ്പം ഒരു സൈഡിൽ ലൈറ്റ് മറ്റേ സൈഡിലും ഡാർക്ക് ആണെങ്കിൽ ആ ഡാർക്ക് സൈഡിൽ തീർച്ചയായിട്ടും റെഡ് കാണാൻ പറ്റുന്നുണ്ട്. സോ 8 MP ആണെങ്കിലും പോക്കോൻ്റെ സൈഡിൽ നിന്ന് നല്ല സെൽഫി ക്യാമറാസ് ഒക്കെ വരുന്നതാണ്. പിന്നെ എക്സ്പോഷറൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എക്സ്പോഷർ, ഫോക്കസ്, ഹണ്ടിങ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു കുറച്ചുകൂടി ഒരു ഡെഡിക്കേറ്റഡ് റിവ്യൂ ഞാൻ ഈ ഫോണിൻ്റെ ഫൈനൽ റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഈ ഒരു ക്യാമറ പെർഫോമൻസിൻ്റെ 6000 mAh വലിയൊരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബോക്സിൽ തന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ അതും ഒരു പ്ലസ് പോയിൻ്റ് ആണ്. പലപ്പോഴും നമുക്ക് സപ്പോർട്ട് കിട്ടാറുണ്ട്, പക്ഷേ ബോക്സിൽ കിട്ടാറില്ല. പക്ഷേ ഇത്തവണ ബോക്സിൽ, കഴിഞ്ഞ തവണ M2ലും പിന്നെ ഇത്തവണ M3ലും കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. സോ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ചാർജിങ് ടൈം കുറയ്ക്കാൻ പറ്റും. ഫോണിൻ്റെ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ ഹെഡ്ഫോൺ ജാക്ക് പെർഫോമൻസ് ഡീസൻ്റ് ആണ്, ഓക്കെ ആണ്. ഫോണിലുള്ള സ്പീക്കേഴ്സിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. സ്പീക്കേഴ്സിലൂടെ വരുന്ന സൗണ്ട് അങ്ങനെ ഭയങ്കര ലൗഡ് സൗണ്ട് അല്ലെങ്കിലും വരുന്ന സൗണ്ട് നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെയാണ് വരുന്നത്. ഫോണിൻ്റെ മറ്റു ഫീച്ചേഴ്സ് നോക്കിയാൽ ഡ്യുവൽ 4G വോൾട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരിയർ അഗ്രിഗേഷൻ്റെ ഫീച്ചറും കിട്ടുന്നുണ്ട്. സോ 12,000 rupees നിങ്ങൾക്ക് കാരിയർ അഗ്രിഗേഷൻ്റെ ഫീച്ചർ കിട്ടുന്നുണ്ട്. അതും ഒരു പ്ലസ് പോയിൻ്റ് ആണ്. വൈഫൈ കോളിംഗ് ഉണ്ട്. ഡ്യുവൽ വൈഫൈ ബാൻഡ്, അതായത് 2.4 and 5 GHz രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. FM റേഡിയോ ഉണ്ട്. വൈഡ് വൈൻ L1ൻ്റെ സപ്പോർട്ട് ഉണ്ട്. ക്യാമറ ടു API ഉണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആണെങ്കിലും ഫേസ് അൺലോക്ക് ആണെങ്കിലും അങ്ങനെ ഭയങ്കര ക്വിക്കൊന്നല്ല, ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ആവുന്നുണ്ട്, ഒരു ചെറിയ പിടുത്തമുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറിന് എനിക്ക് തോന്നുന്നു ആ ഒരു ആനിമേഷൻ കാരണമാണ് ചെറിയൊരു ഡിലേ തോന്നുന്നത്. പക്ഷേ ഫേസ് അൺലോക്കിലും ലേശം ചെറിയൊരു ഡിലേ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഒപ്റ്റിമൈസേഷൻ്റെ കുറവാണ്. ഫോണിൻ്റെ SAR വാല്യൂ അണ്ടർ ലിമിറ്റ് ആണ്. പോക്കോ M3യുടെ 6GB 64GB പ്രൈസാണ് 10,999. 6GB 128GB പ്രൈസാണ് 11,999. അതിനോടൊപ്പം തന്നെ ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താൽ ഫ്ലാറ്റ് 1,000 rupees ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. സോ ആ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവൈൽ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ലുക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഇംപ്രസ്ഡ് ആണ്. ഓവറോൾ നോക്കിയാൽ ഞാൻ ഇംപ്രസ്ഡ് ആണ്. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിൽ 10,999 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരുപാട് ഫീച്ചറുകൾ അവർ കുത്തി നിറച്ചിട്ടുണ്ട്. സോ നമ്മൾ നോർമലി കണ്ടുവരാത്ത ഒരുപാട് ഫീച്ചേഴ്സ്, IR ബ്ലാസ്റ്റർ, ഫുൾ HD+ ഡിസ്പ്ലേ ഉണ്ട്, ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്,
കാരിയർ അഗ്രിഗേഷൻ വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എന്തായാലും ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഇതിൻ്റെ ഫൈനൽ റിവ്യൂ ഞാൻ ഷെയർ ചെയ്യാം. സോ സ്പെസിഫിക്കേഷൻ നമ്മൾ കണ്ടു, ഇനി എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. വീഡിയോ കണ്ടതിൽ നന്ദി. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.